കൂട്ടുകാരെ, ജിത്തുസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീട്ടില് ചക്കയോ മാങ്ങയോ ഇല്ലാതിരിക്കില്ല. എന്താ അറിയോ, ഇപ്പോഴത്തെ സീസൺ അങ്ങനെയാ. മാങ്ങ കിട്ടിയ നമ്മള് ഒന്നെങ്കിൽ ഉപ്പ് മുളകിട്ട് തിന്നെ, അച്ചാറിടുക, അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുക. ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ? നമുക്ക് അമ്മേനോട് ചോദിച്ചാലോ? ഉണ്ടാകുമോ നമുക്കറിയില്ല, എന്നാലും ചോദിക്കാം. അമ്മേ 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 എന്തേ അമ്മ, ഈ ജ്യൂസും അച്ചാറും ഇല്ലാതെ വേറെ എന്തെങ്കിലും ഈ മാങ്ങേനോട് ഉണ്ടാക്കാൻ കഴിയോ? ജ്യൂസും അച്ചാറും അല്ലാതെ പണ്ട് അമ്മയുടെ ചെറുപ്പത്തില് അമ്മൻ്റെ ഏട്ടനും ഏച്ചിയൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് അച്ചാറിൻ്റെ കട്ടിങ് ആയിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെടും ആവാം. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ? ഗൈസ്, നമ്മൾ കഴുകി വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കല്ലുപ്പ് പൊടിച്ചതാട്ടോ നമ്മൾ ഇടുന്നത്. ഞങ്ങൾ പൊടിപ്പ് യൂസ് ചെയ്യല്ല. അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുപ്പുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ നല്ലോണം അതൊന്ന് കുലുക്കി കൊടുക്കണേ. ഇതുപോലെ നമ്മുടെ വെറൈറ്റി മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെറും ഉപ്പും മുളകും മാത്രം ഇട്ടിട്ടാണ് തിന്നല്. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. അപ്പം നമുക്ക് കഴിച്ചാലോ? അപ്പൊ കൂട്ടുകാരെ, നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയുള്ള മാങ്ങയും കൂടെ അതിലേക്ക് ഉപ്പും മുളകും വെളിച്ചെണ്ണ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളും ശ്രമിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.